നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടർ ആനിമേഷന്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ഈ ക്യാരക്ടറിനെ മൊത്തമായി നമ്മൾ റിഗ് ചെയ്യുന്നു. റിഗ് ചെയ്തതിനു ശേഷം അനിമേഷൻ ചെയ്യുക. അതുകൂടാതെ വോയിസിനനുസരിച്ച് ലിപ്പ് മൂവ്മെന്റ് എങ്ങനെ സിങ്ക് ചെയ്യാം എന്നുള്ള ഒരു സെക്ഷൻ കൂടി ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള പാർട്ട് 1 വീഡിയോ കാണുകയാണെങ്കിൽ ഈ ക്യാരക്ടർ ക്രിയേഷന്റെയും മറ്റ് ലെയർ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചുമൊക്കെ വിശദമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ക്യാരക്ടറിന്റെ ഗ്രീസ് പെൻസിലിന്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇതിന്റെ ലെയറുകൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയൽ എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇത് ഒബ്ജക്റ്റ് മോഡിലാണ് ഇരിക്കുന്നത്. ഒബ്ജക്റ്റ് മോഡിൽ ഇത് ഒരു ഒറ്റ സ്ട്രോക്ക് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ ഹൈഡ് ചെയ്ത് നോക്കുമ്പോൾ കാണാം ഈ ഒരു സ്ട്രോക്കിനകത്താണ് ഈ കംപ്ലീറ്റ് പാർട്സുകളും എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിൽ ഇത്രയും ലെയറുകളും അതുപോലെയുള്ള മെറ്റീരിയലുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നമുക്കൊന്ന് റിഗ് ചെയ്യാം. റിഗ് ചെയ്യാനായി റിഗ്ഗിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ മുമ്പ് ഈ ചാനലിൽ തന്നെ റിഗ്ഗിങ്ങിന്റെ അടിസ്ഥാന തത്വം മുതലുള്ള ഒരു സെറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണുകയാണെങ്കിൽ റിഗ്ഗിങ്ങിനെ കുറിച്ച് നല്ലൊരു ഐഡിയ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ റിഗ്ഗിങ് ചെയ്യുവാനായി ഞാൻ ഇവിടെ ആഡ് മെനുവിൽ നിന്നും ഒരു ആർമേച്ചർ ഓബ്ജക്റ്റിൽ ഒരു സിംഗിൾ ബോൺ അതിനെ ഇവിടെ കൊണ്ടുവരുന്നു. ഒരു ബോൺ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ബോണിനെ ഞാനിപ്പോൾ ഇവിടെ ഈ സെൻട്രൽ പോർഷനിലായി പ്ലേസ് ചെയ്യുന്നു. ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ഒരു ഹിപ്പായിട്ട് വരുന്നത്. ഇതിന്റെ മുഴുവൻ കൺട്രോളും ഈ ഒരു ഭാഗത്തേക്ക് വരണം. അപ്പോൾ എന്ത് ചെയ്യാം, ഇനി അടുത്തതായി ഒബ്ജക്റ്റ് മോഡിൽ നിന്നും എഡിറ്റ് മോഡിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ബോണിന്റെ സെറ്റിംഗ്സ് എഡിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഭാഗം കൊണ്ടുവരുന്നു. ഈ പ്രസ് ചെയ്ത് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്ത് ഇവിടെ ഒരു ഭാഗം മുകളിലേക്ക് തലയുടെ കൺട്രോളിനായി കൊണ്ടുവരുന്നു. ഇനി അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോണിൽ നിന്നും ഷിഫ്റ്റ് ഡി ഉപയോഗിച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിന്റെ കൈയുടെ കൺട്രോളിനായി ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. അവിടെ അതിനെ എക്സ്ട്രൂഡ് ചെയ്ത് കൈയുടെ മറ്റു ഭാഗത്തിനായി ഇങ്ങനെ വെക്കുന്നു. ഇവിടെ നമ്മളിപ്പോൾ ഈ കൈ വിടർന്നിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് റിഗ് ചെയ്യുന്നത്. കൈ മടക്കുക, കൈവിരലുകൾ ചലിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കൈയുടെ കൈപ്പത്തി മാത്രം ഒരു സെപ്പറേറ്റ് ലെയർ ചെയ്തിട്ട് ആ ലെയറിനുള്ളിൽ നമ്മൾ കീ ഫ്രെയിം അനിമേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റും. അത് ഈ ഗ്രീസ് പെൻസിലിൻ്റെ പഴയ വീഡിയോകൾ കാണുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഷിഫ്റ്റ് ഡി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു ബോണിൻ്റെ ഷിഫ്റ്റ് ഡി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ എടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്വിച്ച് ഡയറക്ഷൻ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ തിരിയുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാലിൻ്റെ അപ്പർ ലെഗിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഈ അപ്പർ ലെഗ് നമുക്കൊരു ഐക്യ ഹാൻഡിൽ കൂടി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ബെൻഡ് കൊടുത്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ഷൂസിൻ്റെ മറ്റു ഭാഗം പാദമായിട്ടുള്ള ഒരു ലെയർ ഇതിനകത്തില്ല. ഈ മുട്ടിന് ശേഷം വരുന്നതെല്ലാം ഒറ്റ പാർട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു റിഗാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ പാദങ്ങൾ കൂടി ചലിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമ്മൾ ഒരു ലെയർ പാദങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. ഇവിടെ ഈ ക്യാരക്ടറിൽ ഇപ്പോൾ ഇത് അങ്ങനെ ചെയ്തിട്ടില്ല, ഒറ്റ പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷൂസ് മാത്രം ഒരു സെപ്പറേറ്റ് ഓബ്ജക്റ്റ് ആക്കി മാറ്റാമായിരുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഈ കാലിന് വേണ്ടി ഇങ്ങനെ ഒരു ബെൻഡായിട്ടുള്ള ഒരു ബോൺ കൊടുത്തു. അതുപോലെ ഇവിടെ ഒരു ബോൺ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ചെറിയ ബെൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ കാലിൻ്റെ കൺട്രോളിന് ഒരു ഐക്യ കൺട്രോൾ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഈ ബോണിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു എക്സ്ട്രൂഡ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ ബോണിനെ ART+P ഉപയോഗിച്ച് അൺപാരന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ഓബ്ജക്റ്റായി മാറുന്നു. അതുപോലെ ഇവിടെയും ഒരെണ്ണം ഒന്ന് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ART+P ഉപയോഗിച്ച് അതിൻ്റെ പാരന്റ് ക്ലിയർ ചെയ്ത് ഒരു സെപ്പറേറ്റ് ഓബ്ജക്റ്റായി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു ബോണിനെ അതുപോലെ ഈ ഒരു ബോണിനെയും ഷിഫ്റ്റ് പിടിച്ച് ഈ ബോണുമായിട്ട് Ctrl+P കീപ്പ് ഓഫ്സെറ്റ്, അതുപോലെ ഈ ഒരു ബോണും ഈ റൂട്ട് ബോണുമായിട്ട് Ctrl+P കീപ്പ് ഓഫ്സെറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്യാനായി പോസ് മോഡിൽ വന്നിട്ട് ഈ റൂട്ട് ബോണിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് കാണുവാൻ പറ്റും. ഇവിടെ ഇതായിട്ടില്ല. അപ്പോൾ ഇതിനെ എഡിറ്റ് മോഡിൽ ഒന്നുകൂടി ഇതിനെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പിടിച്ച് ഈ ബോണുമായിട്ട് Ctrl+P കീപ്പ് ഓഫ്സെറ്റ്. ഇപ്പോഴാണ് കണക്ഷൻ വന്നത്. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാ ബോണും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി പോസ് മോഡിൽ വന്നിട്ട് ഈ ഒരു ബോൺ അൺപാരൻ്റ് ആണ്, ഈ ഒരു ബോണും അൺപാരൻ്റ് ആണ്. നമുക്കിവിടെ ഒരു ഐക്യ ഹാൻഡിൽ കൊടുക്കാം. ഐക്യ ഹാൻഡിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് വളരെ വിശദമായി മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് അത് ചെയ്യുകയാണ്. ഈ ബോണിനെ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് പിടിച്ച് ഈ ബോണിനെ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് Ctrl+C ഇൻവേഴ്സ് കൈനമാറ്റിക്സ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ബോണിനെയും ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ നിന്ന് കണക്ഷൻ കൊടുക്കാം. പക്ഷേ ആ സമയത്ത് ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കണക്ഷൻ കറക്റ്റ് ആവും. കണക്ഷൻ ലഭിച്ച ബോണിൽ ഒരു
മഞ്ഞ നിറത്തിലുള്ള നിറം അതിന് വരും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെയിൻ ലെങ്ത് ഈ രണ്ട് ബോണ്ടിലും വേണം. അതുകൊണ്ട് ഇത് 0 ആണ്, 1 2. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ പരിപാടി ഈ ഭാഗത്ത് കൊടുക്കുകയാണ്. ഇതിനെയും സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് കൺട്രോൾ C, ഇൻവേഴ്സ് കൈനമാറ്റിക്സ്, ചെയിൻ ലെങ്ത് 2. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഓക്കെ, ഒരു വളരെ മിനിമൽ സെറ്റപ്പിലുള്ള ഒരു റിഗ്ഗിംഗ് ആണ് ഇപ്പം നൽകിയിരിക്കുന്നത്. ഞാൻ വീണ്ടും തിരിച്ച് ഒബ്ജക്റ്റ് മോഡിലേക്ക് വരുന്നു. ഫയലൊന്ന് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്മൾ ചെയ്ത ഈ ഗ്രീസ് പെൻസിൽ ഒബ്ജക്റ്റിനെ ഈ റിഗുമായി കണക്ട് ചെയ്യാം. അതിനു മുമ്പായി ഈ ആർമേച്ചർ ബോണ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഈ ഒബ്ജക്റ്റ് ഡേറ്റയിൽ വന്നിട്ട് വ്യൂ പോർട്ട് ഡിസ്പ്ലേയിൽ നെയിംസ് ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ബോണിൻ്റെ പേരുകൾ കാണാൻ പറ്റും. ഈ പേര് നോക്കിയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്രീസ് പെൻസിൽ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ലെയറിലേക്ക് വരുന്നു. മുകളിൽ നിന്ന് തുടങ്ങാം. ആദ്യം ഐസ്. ഈ ഐസ് ഈ ഒരു ബോണിലാണ് വരേണ്ടത്. ഈ ബോണിൻ്റെ പേര് bond.001 എന്നാണ്. അപ്പോൾ ഐസിനെ സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, റിലേഷൻസ്. അത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ പാരൻ്റ് ആരാണെന്ന് ചോദിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഒരു ആർമേച്ചർ ഓബ്ജക്റ്റാണ്, അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ടൈപ്പ് ഓബ്ജക്റ്റ് എന്നുള്ള ഭാഗത്ത് വന്നിട്ട് ബോൺ എന്ന് കൊടുക്കുന്നു. ബോൺ എന്ന് കൊടുത്തിട്ട് ആരാണ് ആ ബോണിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ബോണിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് bond001. ഇപ്പോൾ ഈ ബോണിലേക്ക് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ലിപ്പ്, അതും ഈ bond001ലേക്കാണ് വേണ്ടത്. പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ് bond001. ഓക്കെ, അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഹെഡാണ്. കണക്ഷൻ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഭാഗത്ത് ബോൺസ് കാണിക്കുന്നുണ്ട്. ഹെഡിലേക്ക് വന്നു. ഹെഡിൻ്റെ പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ് bond001. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് അതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോണിനെ സെലക്ട് ചെയ്തിട്ട് പോസ് മോഡിൽ വന്ന് ഈ ഹെഡ് ബോൺ സെലക്ട് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതായത് എഡിറ്റ് മോഡിൽ ഈ ഒരു ബോൺ ഇവിടെ പാരൻ്റ് ആയിരിക്കുകയാണ്. അതിനെ ART+P ഉപയോഗിച്ച് ക്ലിയർ പാരൻ്റ് ചെയ്ത് ആ ബോണിനെ ഈ ബോണുമായി, ഇവിടുത്തെ ബോണുമായിട്ട് control+P ഉപയോഗിച്ച് ഒന്ന് കണക്ട് ചെയ്യണം. ഇപ്പോഴാണ് അത് കറക്റ്റ് ആയത്. പോസിറ്റ് മോഡിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ തല മുഴുവൻ ആ ബോണിലേക്ക് പാരൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് മോഡിലേക്ക് വരുന്നു. ഗ്രീസ് പെൻസിലിനെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. അടുത്ത ബോഡി വരേണ്ടത് ഈ ബോൺ, ഈ പേര് നോക്കി മനസ്സിലാക്കാം, ബോൺ. ഓക്കെ, അപ്പോൾ നേരെ ബോഡിയുടെ ഓപ്ഷനിൽ വന്ന് പാരൻറ്റിൽ ആർമേച്ചർ ഒബ്ജക്റ്റിൽ ബോൺ, അവിടെ അതിൻ്റെ പേര് ബോൺ. ഓക്കെ, അതപ്പോൾ അത് പാരൻ്റ് ആയിട്ടുണ്ട്. ഈ കൈയുടെ ഈ ഒരു ഭാഗം bond002. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അടുത്ത ആരാണെന്ന് നോക്കാം. ഹാൻഡ് ഓൺ R, അതായത് ഈ റൈറ്റ് സൈഡിലുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ബോണിൻ്റെ പേര് bond004. അപ്പോൾ ഹാൻഡ് ഓൺ R സെലക്ട് ചെയ്യുന്നു. റിലേഷനിൽ വരുന്നു. ആർമേച്ചർ bond004. ഓക്കെ, അടുത്തത് ആരാണെന്ന് നോക്കാം. ഹാൻഡ് 2R, അവിടുത്തെ bond005 ആണ്. അപ്പോൾ ആ ഹാൻഡ് 2 ബോണിനെ, ഈ ബോണുകൾക്കെല്ലാം നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹാൻഡ് 2ൽ വരുന്നു. അവിടെ ആർമേച്ചർ ഒബ്ജക്റ്റ് bond005. ഓക്കെ, ഇനി അടുത്തത് ഹാൻഡ് 1, അത് bond002 ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ് bond002. ഇത് bond003 ആണ് അടുത്തത്. ഓക്കെ, അപ്പോൾ ആ ഹാൻഡിനെ സെലക്ട് ചെയ്യുന്നു. പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ് bond003. ഓക്കെ, അടുത്ത ലെഗിൻ്റെ ഓപ്ഷനിലാണ് ഈ നമ്മൾ ലെഗ് റൈറ്റ്. ഓക്കെ, അത് വരേണ്ടത് bond008ലാണ്. അപ്പോൾ പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ് bond008. ഓക്കെ, അടുത്തത് വരേണ്ടത്, എൻ്റെ പേര് കാണുന്നില്ല, ഒന്ന് സൂം ചെയ്ത് നോക്കാം. bond009 ആണത്. അപ്പോൾ അതിൻ്റെ ലെഗ് ടു, ഈ ലെഗ് പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ് bond009. ഓക്കെ, ഇത് bond006 ആണ്. ഓക്കെ, അപ്പോൾ അതിനെ പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ് bond006. ഓക്കെ, അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഈ ബോണ് 007 ആണ്. അപ്പോൾ ലെഗ് ടു പാരൻ്റ് ആർമേച്ചർ ഒബ്ജക്റ്റ്
ബോൺ 007. ഓക്കെ, ഇപ്പോൾ എല്ലാ ബോണും ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആർമേച്ചറിൻ്റെ നെയിംസ് ഇനി ആവശ്യമില്ല. ആ നെയിംസ് ഇവിടെ ഓഫ് ചെയ്യാം. ആർമേച്ചറിൻ്റെ പോസ് മോഡിലേക്ക് വരാം. എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കാലിൻ്റെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മറ്റൊരു പ്രത്യേകത നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ കാല് ഇവിടെ ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ സ്ട്രെച്ച് ആവുന്നതായി കാണാം. അപ്പോൾ ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് തന്നെ ഈ ഭാഗങ്ങൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഉള്ളിലേക്ക് കാണിക്കണം. അപ്പോൾ ഞാനതിവിടെ ചെയ്തിട്ടില്ല. നമുക്കത് ഇപ്പോഴും ചെയ്യാം. തിരിച്ച് ഇപ്പോൾ ഈ ഒബ്ജക്റ്റിൽ വന്നിട്ട് ഗ്രീസ് പെൻസിലിനെ സെലക്ട് ചെയ്ത് നമ്മളിതിൻ്റെ ആ ലെയർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇതാണ് ലെഗ് 1. ഓക്കെ, അപ്പോൾ ലെഗ് 1ലേക്ക് വന്നിട്ട് ലെഗ് 1നെ സെലക്ട് ചെയ്ത് എഡിറ്റ് മോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ സെലക്ട് ആയിരിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് ഓബ്ജക്റ്റ് മോഡിൽ വന്ന് ബോണിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ പോസ് മോഡിൽ വന്ന് അവിടെ നമുക്ക് ആ മൂവ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അത് രണ്ട് കാലുകളിലും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കൈയുടെ ഈ ഒരു പോർഷനൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇങ്ങനെ ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് മാത്രമേ അവിടെ കൊടുക്കാവൂ. എന്നിരുന്നാലും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ കൈയുടെയൊക്കെ ഈ പോർഷൻസ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അകത്തേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് നിങ്ങൾ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയോടുകൂടി വർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ക്യാരക്ടർ അനിമേഷൻ ചെയ്യുവാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഒരു പ്രത്യേക കാര്യം, നമ്മൾ പലപ്പോഴും അനിമേഷൻ ചെയ്ത് ഇതിൻ്റെ കീ ഫ്രെയിമുകളൊക്കെ മാറ്റിയിട്ട് പൊസിഷനൊക്കെ മാറിപ്പോയിട്ട് ഇത് ആദ്യം ഇരുന്ന പൊസിഷൻ ഏതാണെന്ന് നമുക്ക് അപ്പോഴും അറിയാൻ പാടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മോഡലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേഷൻ റീസെറ്റ് ചെയ്യാനായിട്ട് R എന്ന കീയാണ് റൊട്ടേഷന് വരുന്നത്. അപ്പോൾ ART+R കൊടുക്കുകയാണെങ്കിൽ അത് റീസെറ്റ് ആവും. അങ്ങനെ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് ഇങ്ങനെ മടക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് മൂവ്മെൻറ്റിനാണ് വന്നത്. അപ്പോൾ മൂവ്മെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് G ആണ്. അപ്പോൾ ART+G കൊടുക്കുകയാണെങ്കിൽ അത് റീസെറ്റ് ആവും. ഇങ്ങനെ എല്ലാം റീസെറ്റ് ആക്കാം. എന്നിരുന്നാലും ഞാനിപ്പോൾ ഈ മുഴുവൻ ബോൺസിനെയും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വലതുഭാഗത്ത് നമുക്ക് ഈ ആർമേച്ചറിൻ്റെ ഈ ഐക്കണിൽ വന്നു കഴിഞ്ഞാൽ പോസ് ലൈബ്രറി എന്നൊരു ഭാഗമുണ്ട്. അവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്ന് കൊടുക്കുക. അവിടെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂ എന്ന് കൊടുക്കുക. ഇപ്പോൾ പോസ് എന്ന് വന്നു. ഈ പോസ് ഞാനിതിനൊരു പേര് കൊടുക്കുകയാണ്. ഇതിൻ്റെ പേര് റെസ്റ്റ് എന്നാണ്. അതായത് അത് പൂർണ്ണമായി റെസ്റ്റ് ആയിരിക്കുന്ന പോസാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഇവരെല്ലാം സെലക്ട് ആയിരിക്കുകയാണ്. ഈ കാണുന്ന ഒരു ചെറിയ ഐക്കണുണ്ട്, അപ്ലൈ പോസ് ലൈബ്രറി പോസ്. ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ പോസ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കാലിങ്ങനെ മൂവ് ചെയ്തു, കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, ഒരു ചേഞ്ച് വരുത്തുകയാണ് ഈ ക്യാരക്ടർ മൊത്തമായിട്ട്. ഇങ്ങനെ ഒരു പോസിലേക്ക് ഈ സമയത്ത് നമ്മൾ എല്ലാവരെയും സെലക്ട് ചെയ്തിട്ട് റെസ്റ്റ് എന്ന പോസിൻ്റെ ഈ ഒരു ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് പഴയ റെസ്റ്റ് പോസിലേക്ക് വരും. ഇത് നമുക്കൊരു കീ ഫ്രെയിമായി രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പലതരം പോസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ജമ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു പോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് അധികം ഫ്രാക്ചർ വരാത്ത രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പോസ്. അപ്പോൾ ഞാനിങ്ങനെ ഉപയോഗിച്ച് എല്ലാ ബോൺസിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്ലസ് ചിഹ്നത്തിൽ ആഡ് ന്യൂ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ പേര് ജമ്പ് എന്ന് എൻ്റർ ചെയ്തു. ഈ ഒരു അപ്ലൈ പോസ്റ്റ് ലൈബ്രറി എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ഇപ്പോൾ അതിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ റെസ്റ്റിനെ സെലക്ട് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റെസ്റ്റിലേക്ക് വരുന്നു. ജമ്പിനെ സെലക്ട് ചെയ്ത് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജമ്പിലേക്ക് വരുന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പോസുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ആ ക്രിയേറ്റ് ചെയ്യുന്ന പോസുകളെയൊക്കെ ഓരോ കീ ഫ്രെയിമായി നമുക്കിവിടെ രേഖപ്പെടുത്താം. ഇതാണ് ഇതിൻ്റെ ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ബോൺ റിഗ്ഗിംഗ് സെറ്റപ്പ്. അപ്പോൾ ഞാൻ തിരിച്ച് ഒബ്ജക്റ്റ് മോഡിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ലിപ്പ് ഈ വോയിസിനനുസരിച്ച് സംസാരിക്കണം. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു സെക്ഷൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിപ് സിങ്കിങ് ചെയ്യുവാനായി ലിപ്പിൻ്റെ സെറ്റപ്പ് നോക്കാം. ഞാനിവിടെ
ഈ കാണുന്ന ഈ ഒരു വ്യൂ ഓബ്ജക്റ്റ് ടൈപ്സ് എന്ന ഈ മെനുവിൽ ആർമേച്ചർ ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആർമേച്ചർ ഹൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീസ് പെൻസിൽ വന്ന് ഈ ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. നമ്മളിവിടെ ലെയറിൻ്റെ ഇവിടെ ലിപ്പിന് ഒരു ലെയർ നമ്മളിവിടെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ആ ലെയർ ഇങ്ങനെ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ കാണാം. ഓക്കെ, ഞാൻ ആ ലിപ്പിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഗ്രീസ് പെൻസിലിൽ വരുമ്പോൾ ഇവിടെ നമുക്കതെല്ലാം കീ ഫ്രെയിമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മറ്റു ലെയറുകളെല്ലാം ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഗ്രീസ് പെൻസിലിൻ്റെ ഈ ലെയറൂടെ നമുക്കിവിടെ കാണാം. ഒന്ന് ആ ഭാഗം ഒന്ന് സൂം ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഒന്നാമത്തെ കീ ഫ്രെയിമിൽ കാണുന്ന ഒരു വായുടെ ഒരു ഭാഗമാണ്. മറ്റെല്ലാ ലെയറുകളും ഒന്ന് ഹൈഡ് ചെയ്യാം. ലിപ്പിൻ്റെ ലെയർ മാത്രം ഇവിടെ ഓണാക്കി വയ്ക്കാം. ഒന്നാമത്തെ കീ ഫ്രെയിമിൽ കാണുന്ന ഇതാണ് ഈ സംഭവം. ഞാൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൽ വന്നിട്ട് ഈ ഒന്നാമത്തെ കീ ഫ്രെയിമിനെ തന്നെ ഒരു ഷിഫ്റ്റ് ഡി ഒരു കോപ്പി അവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കീ ഫ്രെയിമിലും ഒന്നാമത്തെ കീ ഫ്രെയിമിലും ഒരേപോലുള്ള കോപ്പിയുടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു നമ്മുടെ ഡ്രോ മോഡിൽ വന്നിട്ട് ഈ വായയുടെ ഒരു മറ്റ് സംസാരിക്കുമ്പോൾ വരുന്ന 1-2 ആക്ഷൻ, ഞാനിവിടെ ഒരു 3 പോസുകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്കൾപ്റ്റ് മോഡിൽ വന്ന് ഈ സ്ട്രെങ്ത് ബ്രഷ് കൊണ്ട് എന്നെ എല്ലാം ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്നു. മെറ്റീരിയൽ സ്ലോട്ടിൽ വന്നിട്ട് ഡ്രോ മോഡിൽ നിന്നും കളർ ഫില്ലെടുത്ത് ഇതിനെ ഫില്ല് ചെയ്യുന്നു. എഡിറ്റ് മോഡിൽ വന്ന് ഈ പഴയ കീ ഫ്രെയിമായിട്ടുള്ള എല്ലാവരെയും ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ കീ ഫ്രെയിം, രണ്ടാമത്തെ കീ ഫ്രെയിം ഇങ്ങനെ കിട്ടി. രണ്ടാമത്തെ കീയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് 3ലേക്ക് കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ ഫ്രെയിമിൽ ഒരു കീ വരയ്ക്കുകയാണ്. ഓരോ കീ വരയ്ക്കുമ്പോഴും ഇവിടെ മെറ്റീരിയൽ അതിന് യോജിച്ച മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഏത് മെറ്റീരിയലാണ് കിടക്കുന്നത് ആ മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് അതുപോലെ ഒരു പോയിന്റിനെ ക്ലിക്ക് ചെയ്ത് കീബോർഡിലെ എൽ, അപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാം ഒരുമിച്ച് സെലക്ട് ആവും. ഡിലീറ്റ് കൊടുത്താൽ പോയിന്റ്സുകൾ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ്. ഓക്കെ, ആ പോയിന്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ നമുക്കിവിടെ 3 കീ ഫ്രെയിമുകളുണ്ട്. ഇങ്ങനെ 3 കീ ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ലിപ്പിൽ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ലെയറിൽ ലിപ്പിൻ്റെ ലെയർ സെലക്ട് ആയിട്ടുണ്ട്. അതിൽ 3 കീ ഫ്രെയിമുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഈ ലിപ്പിൻ്റെ ലെയറിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ മോഡിഫയർ ടാബിൽ വരികയാണെങ്കിൽ ഗ്രീസ് പെൻസിലിൻ്റെതായ കുറേ മോഡിഫയേഴ്സുകളുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇവിടെ ടൈം ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു മോഡിഫയർ ഈ ലെയറിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കതിങ്ങനെ വരും. ഇപ്പോഴും ഈ കീസൊക്കെ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോഡ് റെഗുലർ എന്നുള്ളത് മാറ്റി ഫിക്സ്ഡ് ഫ്രെയിം എന്ന് കൊടുക്കുന്നു. അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് ലെയർ ആണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൗസ് വെച്ചിട്ട് ആരോ മാർക്ക് താഴേക്ക് കൊണ്ടുപോകുമ്പോൾ ലിപ്പ് കാണുന്നുണ്ട്. ലിപ്പിനെ സെലക്ട് ചെയ്തു എൻ്റർ ചെയ്തു. ഇപ്പോൾ ലിപ്പ് ലെയറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിത് എഡിറ്റ് മോഡിലല്ല ഈ മോഡിഫയർ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഒബ്ജക്റ്റ് മോഡിൽ വന്നിട്ടാണ് മോഡിഫയർ അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒബ്ജക്റ്റ് മോഡിൽ വന്നിട്ട് ആഡ് മോഡിഫയർ ഓപ്ഷനിൽ വന്ന് ടൈം ഓഫ്സെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്കെപ്പോഴും ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇത് റെഗുലർ എന്നുള്ള ഓപ്ഷനാണ്. അതിനെ മാറ്റിയിട്ട് ഫിക്സ്ഡ് ഫ്രെയിം എന്ന് കൊടുക്കുക. ഇവിടെ താഴെ ഏത് ലെയറാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ആരോ മാർക്ക് ഉപയോഗിക്കുമ്പോൾ ലിപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് മൂവ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഫ്രെയിം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രെയിം ഇവിടെ വർക്ക് ചെയ്യും. ഈ 3 ഫ്രെയിമാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. എത്ര ഫ്രെയിം വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം.
ഇപ്പോൾ 0 ഫ്രെയിം, ഇത് ഫസ്റ്റ് ഫ്രെയിം, സെക്കൻഡ് ഫ്രെയിം, 3 ഫ്രെയിം. ഈ 3 ഫ്രെയിമും നമുക്ക് ആഡ് ചെയ്ത് അനിമേഷൻ ഉണ്ടാക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തിരിച്ച് ഞാൻ നമ്മുടെ ഗ്രീസ് പെൻസിലിലേക്ക് വരുന്നു. എല്ലാവരെയും ഒന്ന് വീണ്ടും ഓൺ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ ആർമേച്ചർ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ആർമേച്ചർ ഓൺ ചെയ്യുകയാണെങ്കിൽ പഴയതുപോലെ എല്ലാം വർക്ക് ചെയ്യും. ഓക്കെ, ഒന്ന് ഹൈഡ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഇതിൻ്റെ ലിപ്പ് മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുവാനായിട്ട് സംസാരിക്കുന്ന തരത്തിൽ ഞാനൊരു ഓഡിയോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചോ ഒരു വോയിസ് നിങ്ങൾ തന്നെ ചെയ്ത ഒരു ഡയലോഗ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരിക്കും. അപ്പോൾ ഒരു ഡയലോഗ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സിനിമയിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഡയലോഗ് എടുക്കുന്നു. ആ ഡയലോഗിനെ നമുക്ക് ഓഡിയോ ഫയലായിട്ട് MP3 വേവ് ഫയലായിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ താഴെ ടൈം ലൈനൊക്കെ കാണാവുന്നതാണ്. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ഒരു വീഡിയോ സീക്വൻസർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ടൈം ലൈൻ ഒരു സീക്വൻസർ ഫയലിൻ്റെ വീഡിയോ സീക്വൻസറിൻ്റെ ഒരു ടൈം ലൈനായിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സീക്വൻസർ ഫയലിൽ ആഡ് ഓപ്ഷനിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ സൗണ്ട്, നമ്മൾ സേവ് ചെയ്ത സൗണ്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ സൗണ്ട് ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ കൊച്ചു TV കാർട്ടൂണിൽ വന്ന ഒരു ഡോറയുടെ ഒരു ക്ലിപ്പിൽ നിന്നാണ് ഈ സൗണ്ട് എടുത്തിട്ടുള്ളത്. മൈ നെയിം ഈസ് ഡോറ എന്നുള്ള സൗണ്ട്. ഞാൻ ഈ സൗണ്ട് സ്ട്രിപ്പ് ഇവിടെ ആഡ് ചെയ്യുന്നു. നിങ്ങൾക്കിവിടെ സ്ട്രിപ്പ് വന്നതായി കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഞാനിവിടെ N പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സൗണ്ടിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിൽ ഡിസ്പ്ലേ വേവ് ഫോം ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ അത് വേവ് ആയിട്ട് ഇവിടെ കാണാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് വിപ്പോർട്ടിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുവാനായിട്ടാണ്. ഗ്രാഫ് എഡിറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ കാണാം. ഇത് സൂം ചെയ്യുമ്പോൾ ഈ സൗണ്ട് ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് ശബ്ദം. ഓക്കെ, ഞാൻ ഈ സൗണ്ട് നമ്മൾ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്തത് അതുപോലെ ഇവിടെ ഇരിക്കും. നമുക്ക് എവിടെയാണോ വേണ്ടത് അങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കാം. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് വീണ്ടും തിരിച്ച് നമ്മുടെ പഴയതുപോലുള്ള ടൈം ലൈനിലേക്ക് വരുന്നു. അപ്പോൾ സൗണ്ട് സീക്വൻസറിനകത്തുണ്ട്. ഇവിടെ സ്പേസ് ബാർ ഉപയോഗിച്ച് പ്ലേ ചെയ്യുമ്പോഴും ആ സൗണ്ട് നമുക്ക് കേൾക്കും. ഇത് ഏകദേശം 40 ഫ്രെയിം വരുന്ന, നമുക്ക് ഈ പ്ലേ ബാക്കിൻ്റെ ഈ ഓപ്ഷനിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ചെറിയ ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആഡിയോ സ്ക്രബിങ്. ഇതും കൂടി ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കീ ഫ്രെയിമുകൾ ഇങ്ങനെ ടൈം ലൈൻ മൂവ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഈ ശബ്ദം കൂടി കേൾക്കുന്ന രീതി, അതിനാണ് ഈ ഓപ്ഷൻ ഓൺ ചെയ്തത്. അപ്പോൾ എനിക്കിത് എൻഡ് ഫ്രെയിം 40 എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ വന്നിട്ട് നമ്മുടെ കീബോർഡിലെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെറിയൊരു ആനിമേഷൻ ഇവിടെ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഗ്രീസ് പെൻസിലിൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, അതിവിടെ ഇരിക്കുകയാണ്. നമ്മൾ അതുപോലെ ടൈം ലൈൻ ഇവിടെ വന്നു, ആർമേച്ചറിനെ ഓൺ ചെയ്തു, ആർമേച്ചറിനെ ക്ലിക്ക് ചെയ്തു, പോസ് മോഡിലേക്ക് വന്നു. ഞാൻ ആദ്യം ഈ എല്ലാ ബോണ്ടിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ I പ്രസ് ചെയ്ത്, ഇതിൽ മെയിനായിട്ടും ലൊക്കേഷനും റൊട്ടേഷനുമാണ് വരുന്നത്. അപ്പം ലൊക്കേഷൻ, റൊട്ടേഷൻ, ലോക്ക്, റോട്ട്, സ്കെയിൽ എന്ന് പറഞ്ഞ ഒരു കീ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കീ ഫ്രെയിം ഇവിടെ കാണാം. ഒരു കീ ഫ്രെയിം സേവ് ആയിട്ടുണ്ട്. ഓട്ടോ കീ ഒന്ന് ഓൺ ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിം ഇവിടെ വരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് കീ ഫ്രെയിമിൽ ഇങ്ങനെ ഒരു പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോസ് സെറ്റ് ചെയ്തു. ഈ 13 ഫ്രെയിമിലാണ് ഹായ് എന്നുള്ള ഭാഗം വരുന്നത്. അപ്പോൾ അവിടെ ഒരു പോസ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രസ് ചെയ്ത് എല്ലാ ബോണ്ടിനെയും ഒന്ന് സെലക്ട് ചെയ്ത് I പ്രസ് ചെയ്ത് ലോക്ക്, റൊട്ടേഷൻ, സ്കെയിലൊന്ന് കീ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഹായ്. ആദ്യത്തെ കീ ഫ്രെയിം Shift D ഉപയോഗിച്ച് കോപ്പി ചെയ്ത് അവസാനത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്നു. ഈ ഹിപ്പ് ബോണിൻ്റെ ഈ ഒരു കീ ഫ്രെയിം ഒരു ഫ്രെയിം പുറകിലേക്ക് കൊണ്ടുപോകുന്നു.
ഓക്കെ, ഇങ്ങനെ ഒരു അനിമേഷൻ, ഒരു സിമ്പിളായിട്ടുള്ളൊരു, ഇവിടെ ആർമേച്ചർ ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എടുത്ത ലിപ്സിങ്ക് ചെയ്ത നമുക്കിവിടെ ഈ ആർമേച്ചർ ഒന്ന് ഇപ്പോൾ ഓഫ് ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റ് മോഡിൽ വന്നിട്ട് നമ്മുടെ ലിപ്പിൻ്റെ ലെയർ സെലക്ട് ചെയ്ത് അതിൻ്റെ മോഡിഫയർ നോക്കുമ്പോൾ ഈ സംഭവം ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഫ്രെയിമിൽ ഈ വാല്യൂ 2 എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുത്തു. ഓട്ടോ കീ ഓണായി കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഗ്രീസ് പെൻസിലെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഐസിൻ്റെ ഒരു ലെയർ ഉണ്ട്. ഇത് ലോക്ക് ചെയ്യണം, ഐസിൻ്റെ ലെയർ. ഐസിൻ്റെ ലെയർ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ ഐസിൽ വന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാം. ഐസിൻ്റെ ലെയറിൽ ഒരു കീ ഫ്രെയിമാണുള്ളത്. ഈ കീ ഫ്രെയിമിനെ ഷിഫ്റ്റ് ഡി ഉപയോഗിച്ചുകൂടെ ഒരു കോപ്പി എടുക്കുന്നു. രണ്ടാമത്തെ കീ ഫ്രെയിമിൽ എഡിറ്റ് മോഡിൽ വന്നിട്ട് ഷിഫ്റ്റ് ഡി ഉപയോഗിച്ചൊരു കീ ഫ്രെയിം എടുക്കുന്നു. രണ്ടാമത്തെ കീ ഫ്രെയിമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു. ഈ 3 കീ ഒന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ ഷിഫ്റ്റ് ഡി ഉപയോഗിച്ച് ഈ 3 കീ അവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു അനിമേഷനായി കരുതുക. വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും ഇതിൽ ചെയ്തിട്ടില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ റിഗ് ചെയ്യുന്നു, അതിൻ്റെ ലിപ്പ് ഒന്ന് സിങ്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ 2 പാർട്ട് വീഡിയോയിൽ നിന്നും കിട്ടിയ ഒരു ഡെമോൺസ്ട്രേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ റിഗ് ചെയ്ത് ഇതുപോലെ ലിപ്പ് മൂവ്മെന്റ് സിങ്ക് ചെയ്ത് കീ ഫ്രെയിം ഒക്കെ കൊടുക്കുന്നതിന്റെ വളരെ നല്ല ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കളും ഇത് നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒരു സ്വന്തം ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു ആനിമേഷൻ, സംസാരിക്കുന്ന അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു ആനിമേഷൻ ചെയ്ത് ആ വീഡിയോ യൂട്യൂബിലോ അതിന്റെ ലിങ്കോ അയച്ചു തരിക. അത് മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും കാണുവാനായി ഉള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു പ്രചോദനം കിട്ടുന്ന തരത്തിൽ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും പിന്തുണ അറിയിച്ചുകൊണ്ട് കൂടുതൽ ബ്ലെൻഡറിന്റെ മികച്ച വീഡിയോകൾ ഇനി പ്രതീക്ഷിക്കാം. നന്ദി, ഏവർക്കും നമസ്കാരം.